ഹായ്, ഇന്ന് ഒരു ജ്യൂസാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഒരെണ്ണേ ഉള്ളു കേട്ടാ. ഞാൻ മുമ്പ് ഇപ്പോഴൊന്നുമല്ല, ഒരു ദിവസമേ ജ്യൂസ് അടിച്ചിട്ടുള്ളൂ. പക്ഷെ അന്ന് എന്തോ എനിക്ക് എനിക്ക് തോന്നുന്നു അന്ന് പാലം കണ്ടേ കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. ഒഴിച്ചപ്പോഴേ കുറച്ച് പാലം കണ്ടേ ഉള്ളായിരുന്നു. ഇപ്പോൾ ദാ 2 ഗ്ലാസ് പാലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ജ്യൂസ് അടിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്നറിയാലോ. അന്നത്തേതാണോ സൂപ്പർ, ഇന്നത്തേതാണോ സൂപ്പർ എന്നറിയാം. ഇടയ്ക്ക് വെച്ച് ഞാൻ ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴൊരു ജ്യൂസ് കടയിൽ കയറി ജ്യൂസ് കുടിച്ചായിരുന്നു. ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടും ഓർഡർ ചെയ്ത്, ഇക്ക മുസമ്പി ഓർഡർ ചെയ്ത്. ഞാൻ വീഡിയോ ഇട്ടായിരുന്നു കേട്ടാ. ഇക്ക അല്ല, നേരെ തിരിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് മുസമ്പി മതിയെന്ന്. അങ്ങനെ ഞാൻ ഇത് കുടിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അങ്ങനെ ഇത് ഞാൻ ഫുള്ളും കുടിച്ച് ഇക്കാക്കും മുസമ്പിയും കൊടുത്തു. ഇതപ്പോഴന്ന് സൂപ്പറായിരുന്നു, നല്ല പാലിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരെണ്ണേ ഉള്ളു കേട്ടാ. എന്തായാലും ഒന്ന് കട്ട് ചെയ്യാം. പ്ലേറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പല വിധത്തിലാണ് ഓരോരുത്തർ കട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. എന്തായാലും നോക്കട്ടെ. നല്ല പിങ്ക് കളർ, വൈറ്റും ഉണ്ട്. പക്ഷെ ജ്യൂസ് അടിക്കാനും എല്ലാത്തിനും ഒക്കെ പിന്നെ പിങ്ക് ആണ് നല്ലതെന്നാണ് എല്ലാരും പറയുന്നത്. നല്ല കളർ കേട്ടാ, നല്ല ബീട്രൂട്ടിന്റെ കളർ. ഹായ് വാ, നല്ല ഷേപ്പിന് തന്നെ കിട്ടി. ഇതും അതുപോലെ തൊലിച്ചെടുക്കാമേ. ഇളകി വരുന്നുണ്ട് പെട്ടെന്ന്. ഓക്കെ, ഹായ്. ഇതാ ജാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജ്യൂസ് അടിക്കാനുള്ള. ചെറിയ പീസാക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാമേ. കാണാൻ വല്ലാത്ത ഭംഗി തന്നെ, പക്ഷെ വെറുതെ തിന്നാൻ കൊള്ളത്തില്ല, ടേസ്റ്റ് ഇല്ല. എനിക്കിഷ്ടമല്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. കൂടുതലും ജ്യൂസല്ലേ അടിക്കുന്നത് എല്ലാവരും. കട്ട് ചെയ്യുന്നതിന് വലിയ ഷേപ്പൊന്നുമില്ല കേട്ടാ. എങ്ങനെയെങ്കിലും പീസാക്കി കിട്ടണം. ഓക്കെ, നല്ല കളർ. ഞാൻ ഒന്ന് കൈ കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ ദാ എല്ലാം കട്ട് ചെയ്താണ്ട കയ്യിലൊക്കെ കളർ പിടിച്ച് കേട്ടാ. ദാ ഉണ്ട്, കട്ട് ചെയ്ത് ഇട്ടപ്പോഴുണ്ട്. എന്നിട്ട് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3 സ്പൂൺ ഇടാം. ഒരു 3 സ്പൂൺ ഇടുന്നുണ്ട്. വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. 2, 3. ഓക്കെ, ദാ പാല്. ഇനി പാലൂടെ ഒഴിച്ചു കൊടുക്കാം. പാല് ഒഴിച്ച് അടിക്കാം. ഓണാക്കിയില്ല, സ്വിച്ച് ഓണാക്കിയില്ല. ജ്യൂസായി. ഹായ് വാ, നല്ല പതഞ്ഞ കേട്ടാ. ഗ്ലാസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഉപയോഗമില്ല. ഒഴിച്ചോട്ടെ. വാവ്, കളർഫുൾ. കുടിച്ചു നോക്കട്ടാ. സൂപ്പർ. തണുപ്പ് ഇച്ചിരി കുറവ്, കുറച്ചുകൂടെ തണുപ്പ് വേണമായിരുന്നു. അന്നത്തതല്ല നല്ലത്, ഇന്നത്തതാണ് നല്ലത്. പാലിന്റെ ടേസ്റ്റും കൂടെ ഇത്തിരി മുന്നിട്ട് നിൽക്കണം. അടിപൊളി കേട്ടാ. അപ്പം ട്രൈ ചെയ്യാത്തവരൊക്കെ, എല്ലാവരും ട്രൈ ഒക്കെ ചെയ്ത് കാണും. ഞാൻ ട്രൈ ഒക്കെ ചെയ്തിട്ട് കുറേ ആയി. അപ്പം എല്ലാവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എന്തായാലും മോനാണ് ക്യാമറയും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവനിക്ക് കൊടുത്തു നോക്കാം. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ല. അവന് നോക്കി നിൽക്കുന്നു. ദാ കുടിച്ചു നോക്ക് കൈസ, എങ്ങനെ ഉണ്ടെന്ന്. കുടിച്ചു നോക്ക്, എങ്ങനെ ഉണ്ടെന്ന് പറയേ. ആ, പൊളിച്ചല്ലേ. അത് ഫുള്ളും കുടിക്കോ? ആ, അപ്പോ ഓക്കെ, ബൈ ബൈ.